അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു ചർച്ചയിൽ മനുഷ്യർക്ക് ബാധിക്കുന്ന സൃഷ്ടികളിൽ നിന്നുള്ള ഗുരുതരമായ 3 ദോഷങ്ങളെക്കുറിച്ചാണ് നാം പരാമർശിച്ചത്. ഇവിടെ നമുക്കറിയാം, മനുഷ്യർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. അപകടങ്ങളുണ്ട്, അണുബാധയുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ 3 ദോഷങ്ങളെക്കുറിച്ച് സ്രഷ്ടാവായ അള്ളാഹു എടുത്തു പറഞ്ഞു എന്നുള്ളത് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമതായി പറഞ്ഞത് പിശാച് ബാധയെക്കുറിച്ചാണ്. അഥവാ രാത്രി ഇരുൾ മൂടുമ്പോഴുള്ള ദോഷമെന്ന് പറയുന്നത് പിശാച് ബാധയെക്കുറിച്ചാണ്. പിശാചുക്കൾ ഭൂമിയിൽ വ്യാപരിക്കുന്ന സമയമാണത്. അത്ഭുതമെന്ന് വെച്ചാൽ പിശാചുക്കൾ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്നവരാണ് മനുഷ്യർ ഭൂരിപക്ഷവും. എന്നാൽ മനുഷ്യരെല്ലാം പിശാചിൻ്റെ കീഴിൽ, പിശാചിന് അടിമപ്പെട്ടുകൊണ്ട് പരാജയത്തിൻ്റെ പടുകുഴിയിൽ ആണ്ടുപോയി എന്നുള്ളതാണ് വസ്തുത. അതിനെക്കുറിച്ച് പോലും മനസ്സിലാക്കാതെ, ചിന്തിക്കാതെയാണ് ഭൂരിപക്ഷം ആളുകളും ഭൂമിയിൽ തങ്ങൾ വിജയികളാണ് എന്ന് കരുതിക്കൊണ്ട് ജീവിച്ചു പോരുന്നത്. പിശാച് ബാധ അഥവാ മനുഷ്യ ശരീരത്തിൽ പിശാച് ബാധിക്കുക, പിശാച് പ്രവേശിക്കുമോ, ഇത് വലിയൊരു ചർച്ചയാണ്. നമുക്കറിയാം, ഇപ്പോൾ 3 പ്രധാനപ്പെട്ട മതങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ 3 മതങ്ങൾ, ഹിന്ദു മതമായിക്കൊള്ളട്ടെ, ക്രൈസ്തവ മതമായിക്കൊള്ളട്ടെ, ഇസ്ലാം മതം, ഈ 3 മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അവിടെയെല്ലാം പിശാച് ബാധയെക്കുറിച്ച് കാണാൻ സാധിക്കും. പിശാച് ബാധ ചികിത്സിക്കുന്നതിനെക്കുറിച്ചുള്ള വേദഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചത് കാണാൻ സാധിക്കും. നമുക്കറിയാം, ബൈബിളിൽ യേശു പിശാചുക്കളെ, ഭൂതങ്ങളെ പുറത്താക്കിയ സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പിശാച് ബാധയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചക ചര്യയിൽ ശരീരത്തിൽ നിന്ന് പിശാചുക്കളെ പ്രവാചകൻ ഒഴിവാക്കിയതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും, സംഭവങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ പിശാച് ബാധ എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾ അതേക്കുറിച്ച് അജ്ഞതയിലാണ്. ഇത് വിശ്വസിക്കുന്നവർ തന്നെ അതിനുവേണ്ടി തേടുന്ന പരിഹാര മാർഗങ്ങൾ പലപ്പോഴും നിഷിദ്ധമായ മാർഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരും അവസാനം എത്തിപ്പെടുന്ന പരാജയത്തിലാണ്. അതുകൊണ്ട് നമുക്ക് വിശദമായി എന്താണ് പിശാച് ബാധ, ആ പിശാച് ബാധ കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതിനെന്താണ് നാം പരിഹാരമായി കാണേണ്ടത് എന്നതാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായം സൂറ അൽ ബഖറ 275-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്. പലിശ തിന്നുന്നവൻ പിശാചിൻ്റെ സ്പർശനം മൂലം, പിശാച് ബാധ മൂലം ആഘാതമേൽപ്പിച്ച ഒരുവൻ നിൽക്കുന്നത് പോലെയല്ലാതെ നിൽക്കുകയില്ല. അഥവാ പലിശ ഭക്ഷിച്ചവൻ പിശാച് ബാധ ഏറ്റവനെ പോലെ നിൽക്കുകയില്ല. പിശാച് ബാധ ഏറ്റവനെ പോലെയാണ് അവൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഭൂമിയിലെ സംഭവമല്ല. നമുക്ക് വിശുദ്ധ ഖുർആൻ്റെ തഫ്സീറുകളിൽ, വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും, മരണാനന്തര ജീവിതത്തിൽ പലിശ ഭക്ഷിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് പിശാച് ബാധ ഏറ്റവനെ പോലെ, അപസ്മാര ബാധനെ പോലെയാണ് എന്നതാണ് നമുക്ക് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിശാച് ബാധിച്ചവനെ പോലെ എന്നാണ്. ഒരു സംഗതി, ഒരു ഉപമ പറയണമെങ്കിൽ ഒരു മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം വെച്ചിട്ടേ ഉപമ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്വർണം പോലെ തിളങ്ങുന്നതെന്ന് പറഞ്ഞാൽ സ്വർണം എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് സ്വർണം പോലെ തിളങ്ങുന്നത്. അല്ലെ, ആനയെപ്പോലെ വലുതെന്ന് പറയുമ്പോൾ ആന എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആനയെപ്പോലെ വലുതെന്ന് പറയുന്നത്. ഇവിടെ പിശാച് ബാധ ഏറ്റവനെ പോലെ എന്ന് പറഞ്ഞാൽ പിശാച് ബാധ എന്നുള്ളൊരു സത്യമാണ്, അതുണ്ട്. അതുപോലെയാണ് പലിശ തിന്നുന്നവൻ പരലോകത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ അവൻ വരുന്നത്, അല്ലെ അവൻ്റെ അവസ്ഥ അതായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പ്രസ്താവിച്ചത്. ഇനി നമുക്ക് കാണാൻ സാധിക്കും, ഇതിനെക്കുറിച്ച് പ്രശസ്തമായ ഖുർആൻ വ്യാഖ്യാനങ്ങളിലെല്ലാം കൃത്യമായി ഇത് പിശാച് ബാധ ഒരു സത്യമാണ് എന്നും അത് നിഷേധിക്കുന്നവർ വാസ്തവത്തിൽ ഇസ്ലാമിൽ നിന്നും പിഴച്ചുപോയ കക്ഷികളാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും പിശാച് ബാധ എന്നുള്ള സത്യമാണ്, യേശു പിശാചുകളെ പുറത്താക്കി എന്നുള്ളത്. അതുപോലെ വേദങ്ങളിൽ കാണാൻ സാധിക്കും പിശാച് ബാധയെക്കുറിച്ചും അതിൻ്റെ ചികിത്സയെക്കുറിച്ചെല്ലാം നമുക്ക് വേദങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ
ശാസ്ത്രത്തിൻ്റെ വാക്താക്കളായി രംഗത്ത് വരുന്ന ആളുകൾ പലപ്പോഴും ഇത് നിഷേധിക്കാറുണ്ട്. പക്ഷേ അവർക്ക് നിഷേധിക്കുവാൻ അവരെ യുക്തി എന്നതല്ലാതെ യാതൊരു പ്രമാണവും അവർക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എന്താണ് പിശാച് ബാധ ഉണ്ടായാൽ സംഭവിക്കുക, എന്തുകൊണ്ടാണ് നാം ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതായി വരുന്നത്, എന്താണ് പരിഹാരമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പിശാചുകൾ മനുഷ്യരെ ബാധിക്കുന്നത് അത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. പ്രധാനമായിട്ട് 3 കാരണങ്ങളാലാണ് പിശാചുകൾ മനുഷ്യരെ ബാധിക്കുന്നത്. പിശാചുകൾ അഥവാ ജിന്നുകൾ, അല്ലെങ്കിൽ ഭൂതങ്ങൾ. ജിന്നുകളിലെ അവിശ്വാസികളെയാണ് നാം പിശാചുകൾ എന്ന് പറയുന്നത്. ജിന്നുകളിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. അതിൽ അവിശ്വാസികളെയാണ് പിശാചുക്കൾ എന്ന് പറയുന്നത്. ആ പിശാചുക്കൾ മനുഷ്യനെ ബാധിക്കുന്നത് പ്രധാനമായും 3 കാരണത്താലാണ്. ഒന്ന്, സ്നേഹം മൂലമാണ്. മനുഷ്യർക്ക് മനുഷ്യരോട് സ്നേഹം ഉണ്ടാകുന്നത് പോലെ തന്നെ പിശാചുക്കൾക്ക് മനുഷ്യരോട് സ്നേഹം ഉണ്ടാകുന്നു. ഇപ്പോൾ സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണുന്നു, ആ പിശാചുക്കൾ അതിൽ ആകൃഷ്ടരാകുന്നു. അവസരം കിട്ടിയാൽ അവർ പ്രവേശിക്കുന്നു. അങ്ങനെ അവർക്ക് അതുമൂലം ചില ആസ്വാദനങ്ങൾ ലഭിക്കുന്നു. രണ്ടാമതായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പ്രതികാരം മൂലമാണ്. മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ ജിന്നുകൾക്ക്, പിശാചുകൾക്ക് ഉപദ്രവം ഉണ്ടാകുകയും അതിൻ്റെ ഫലമായിക്കൊണ്ട് അവർ പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ടുള്ളത് മാരണ പ്രക്രിയ മൂലം. മന്ത്രവാദികൾ, മാരണക്കാർ പിശാചുക്കളെ മനുഷ്യരിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പ്രധാനമായി 3 കാരണത്താലാണ് പിശാചുക്കൾ മനുഷ്യനെ ബാധിക്കുന്നത്. ഇനി നമുക്ക് ഇവയെക്കുറിച്ച്, എന്താണ് പിശാച് ബാധിച്ചാൽ മനുഷ്യനുണ്ടാകുന്ന ലക്ഷണങ്ങൾ, അതിൻ്റെ ചികിത്സ എന്താണ് എന്ന് നമുക്ക് തുടർന്നുള്ള സംസാരത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.